ഒളിമ്പിക്സ് ഫൈനലിൽ നിന്നും അയോഗ്യപ്പെട്ടതിന് പിന്നാലെ ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ഗുഡ് ബൈ റെസ്ലിംഗ് എന്ന കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചാണ് താരം വിരമിക്കൽ പ്രഖ്യാപിച്ചത്. ഒളിമ്പിക്സ് ഗുസ്തിയിൽ 50 കിലോഗ്രാം വിഭാഗത്തിൽ ഫൈനലിലെത്തിയെങ്കിലും ഭാരപരിശോധനയിൽ പരാജയപ്പെട്ടതോടെ താരം അയോഗ്യപ്പെടുകയായിരുന്നു. എനിക്കെതിരായ മത്സരത്തിൽ ഗുസ്തി ജയിച്ചു, ഞാൻ പരാജയപ്പെട്ടു. നിങ്ങളുടെ സ്വപ്നവും എൻ്റെ ധൈര്യവും നഷ്ടമായി. എനിക്കിനി ശക്തിയില്ല. ഗുഡ് ബൈ റെസ്ലിംഗ്. വിനേഷ് ഫോഗട്ട് സോഷ്യൽ മീഡിയയിൽ കുറിച്ച വാക്കുകളാണിവ. അതേസമയം തന്നെ അയോഗ്യയാക്കിയതിനെതിരെ കായിക തർക്ക പരിഹാര കോടതിയിൽ വിനേഷ് ഫോഗട്ട് നൽകിയ അപ്പീലിൽ വിധി ഇന്ന് പറയും. വെള്ളി മെഡൽ പങ്കിടണമെന്നാവശ്യപ്പെട്ടാണ് അപ്പീൽ നൽകിയത്. വിധി താരത്തിന് അനുകൂലമായാൽ വെള്ളി മെഡൽ പങ്കിടും. ഫൈനലിൽ അമേരിക്കയുടെ സാറ ഫിൽബ്രോഡുമായാണ് ഫോഗട്ട് ഏറ്റുമുട്ടേണ്ടിയിരുന്നത്. പാരീസ് ഒളിമ്പിക്സിൽ വനിതകളുടെ 50 കിലോ ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിലാണ് വിനേഷ് ഫൈനലിലെത്തിയത്. സെമിയിൽ ക്യൂബയുടെ യുസ്നെലിസ് ഗുസ്മാനെ പരാജയപ്പെടുത്തിയാണ് വിനേഷ് ഫോഗട്ട് ഫൈനലിൽ പ്രവേശനം നേടിയത്. ഇതോടെ ഒളിമ്പിക്സ് വനിതാ ഗുസ്തിയിൽ ഫൈനലിലെത്തുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന റെക്കോർഡും വിനേഷിന്റെ പേരിലായിരുന്നു. ഫൈനലിൽ മെഡൽ ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലായിരുന്ന ഫോഗട്ടിനും ഇന്ത്യക്കും കനത്ത ആഘാതമായിരുന്നു താരത്തെ അയോഗ്യയാക്കിക്കൊണ്ടുള്ള ഒളിമ്പിക്സ് അസോസിയേഷന്റെ നടപടി.